പോയി പോയതേ ഉള്ളടാ കോക്കു. നീ എന്ത് പറയുന്നേ? ഇവർ അനകണ്ട കിടന്ന് ഇവിടെ പിറ്റിങ് തുടങ്ങിയോ? ഇവർ ഇത്ര നേരം അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ അടിയൊക്കെ ആയ ഇവനോട് ഗോകുവിനോട് ഞാൻ മറ്റ മലയാളത്തിൽ പറഞ്ഞ പോയിരുന്ന് ചെക്ക് ചെയ്യാൻ. അവന് വയ്യവന് അഹങ്കാരം. അവനപ്പം ഗ്യാങ്ങിൽ കാരണം അവന് പാല് ഷുഗറും ഒക്കെ പറയാനില്ലേ. ഇവിടെ വണ്ടിയൊക്കെ കമത്തിട്ടേക്ക് വന്നു. ഓക്കെ വീഡിയം വന്ന് ആരാ ഇതെന്ന് അതിൽ പോയി കേറി ആരാന്ന് പോലും അവർക്ക് അറിയത്തില്ല. ഫോട്ടോ ചെയ്യാൻ പറ്റത്തില്ല. അളിയ വണ്ടി കേറുന്ന പൊട്ടിയാ ഞാൻ ചാവൂലേ മച്ചു? ഓഫായി വണ്ടി ഓഫായി. നമ്മൾ ലാസ്റ്റ് വരെ പറയൂല മച്ചു നമ്മളെ വണ്ടിയിലുണ്ടെന്ന്. ലാസ്റ്റ് വരെ പറയത്തില്ല. ബാക്കിയുള്ളവർ സത്ത് കഴിഞ്ഞേ മച്ചുവിനെ കൊള്ളുള്ളൂ. ഉറപ്പാണ്. പിന്നെ ഞങ്ങക്ക് ലൊക്കേഷൻ പറഞ്ഞാ മതി. നമുക്ക് എനിക്ക് പെട്ടെന്ന് തോന്നുന്നൊരു ആശയമാണ്. നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ സ്വന്തം ഗ്യാങ്ങിലെ മെമ്പേഴ്സിന്റെ പേര് വിസിബിൾ ആയിക്കൂടാ? ആരാണ് അതായത് ഇന്നത്തെ ടർഫ് വാറിനും ഇതിനൊന്നും പിങ് വേണമെങ്കിൽ കിടന്നോട്ടെ. പക്ഷേ ഈ പറയുന്നത് പോലെ അവരുടെ പേര് വിസിബിൾ ആയിരിക്കും. അവരെന്തോ ബാക്കപ്പ് ആളൊക്കെ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ബാക്കപ്പ് ഉണ്ടെന്ന് അതല്ല 13 പേര് സബ്ബന്തിനാ? ടർഫ് തുടങ്ങുമ്പോൾ ഒരു 11 പേരെ ഉള്ളെങ്കിൽ ഒരാൾക്ക് കൂടെ കയറാം, കുഴപ്പമില്ല. ഓക്കെ, ഒരു വീഡിയോവിന് വേണ്ടി പ്രതീക്ഷിക്കുകയാണോ CBA വണ്ടികളെ 4 പേരടങ്ങുന്ന ഒരു വണ്ടിയിലാണ് ജുഗ്രു ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അവരൊക്കെ ഇപ്പഴേ അടിച്ചു വന്നിട്ട് പോക്കോ. എടാ ഒന്ന് പറയുന്നേക്കാ, ഒന്ന് വരാവോ പ്ലീസ്? ഒരു വണ്ടി ഇവിടുത്തെ എടുക്കാത്ത ഒന്നിന് പകരം 2 വണ്ടി ബ്ലോക്കായി ഇപ്പൊ. എട് വണ്ടി സ്റ്റാർട്ട് എടാ F6 വെക്കടാ, എന്നിട്ട് എന്തിനാ അടിയടാ?
ചത്തം തോന്നുന്നു കേട്ടോ. ഓ ഇറങ്ങി 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 വെളി ഇറങ്ങി. ഓക്കെ, പക്ഷേ അവരുടെ ഒരു പ്ലെയർ ഇവിടെ ഉണ്ടല്ലോ, ഇനി അവരെങ്ങനെ കയറ്റി പോകാൻ. സൂപ്പർ. ആരോ വന്നിട്ടുണ്ടല്ലോ, ആരോ നീ എന്നാന്നോ? ഓക്കെ ഓക്കെ. ആ അപ്പം എന്ത് പറഞ്ഞവര് ജയിച്ചത് പറഞ്ഞ റിപ്പോർട്ടിംഗ് ടൈം എത്ര മണിയാണ് പറഞ്ഞേക്കുന്നത്? 10:30 അല്ലേ? അല്ല 11 അല്ലേ? അപ്പം 11 മണിക്ക് വരേണ്ട അവരുടെ ഉത്തരവാദിത്തം. മനസ്സിലായോ? ഇനി തൊട്ട് നമുക്ക് പുതിയ റൂൾ കൊണ്ടുവരാം. ടർഫ് മേ ഓർ മേ നോട്ട് സ്റ്റാർട്ട് അറ്റ് 11. എങ്ങനെയുണ്ട്? ഷെഡ്യൂൾഡ് ടൈം 11:30, ബട്ട് മേ ഓർ മേ നോട്ട് സ്റ്റാർട്ട് ബിഫോർ 11:30 എന്ന് പറഞ്ഞ് കൊടുക്കാം. റിപ്പോർട്ടിംഗ് ടൈം 11. അടിപൊളിയല്ലേ? അങ്ങനെയാണ് ഇവരൊക്കെ പെട്ടെന്ന് ടർഫ് കയറുന്നത് കഴിഞ്ഞ് അരമണിക്കൂർ കാത്തിരിക്കേണ്ടല്ലോ, നേരെ വരിക ടർഫ്, അടുത്ത ടർഫ് തുടങ്ങുക. ഇതിനൊക്കെ ഗോകുവിൻ്റെ ബുദ്ധി ഉപയോഗിക്കണം. ഗോകുവിൻ്റെ ബുദ്ധി ഉപയോഗിക്കുകയാണെങ്കിൽ അവർ ഇതിന് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അവർ ഉപയോഗിച്ച ബുദ്ധിയെല്ലാം ഞാൻ കുളവാക്കിയിട്ടുണ്ട്, പക്ഷെ എങ്കിലും നല്ല നല്ല ഐഡിയാസാണ് കൊണ്ടുവരുന്നത്. എല്ലാം കൂടെ കുടിക്കാൻ ഹെൽത്തിന് നല്ലതല്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നത് ചാക്കരയിൽ ചിലത് 12,000 ഒരു ദിവസം ഒരു 2 സിഗരറ്റും 2 ചായയും കുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് എങ്ങനെ വേണം ഒരു 10-25 രൂപയാവും അല്ലേ? അപ്പോൾ വിശപ്പിൻ്റെ കടിയും കൂടെ ഒക്കെ എടുത്താലോ? ആ എടുക്കുന്ന കടിയുടെ കൂടെ ഇപ്പോൾ എന്തായാലും ഒരു കടിയായിട്ട് കഴിക്കത്തില്ല. ഇതെന്താ ഫ്രണ്ട്ലി ടർഫാന്ന് തോന്നുന്നു കേട്ടോ. ആണോ? ആ ഇതെന്താ ഫ്രണ്ട്ലി ടർഫാ ഗൈസ്? ഇത് ശരിക്കും ടർഫ് എന്താ? ഇത് ഫ്രണ്ട്ലി ആണ്. ഇത് ഫ്രണ്ട്ലി ടർഫാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ സോണൊക്കെ വന്ന് സോണ് ഷിഫ്റ്റുമായി ചെറുതുമായി. ഓക്കെ, ഇനിയിപ്പം റെഡി ആയിക്കോളുമായിരിക്കും. നോക്കാം. ഈ വീടൊരു വണ്ടിയല്ലേ കിടക്കുന്നത്? ഇവന്മാർ എവിടെയാടാ? ബാക്കിയുള്ളവന്മാർ എവിടെയാടാ? CBIയുടെ ഇനി തൊട്ട് ടർഫ് കളിക്കുന്ന എല്ലാ ഗ്യാങ്ങിനും സെർവറിലെ ഒരു ടർഫ് കളിച്ചു കഴിഞ്ഞാൽ സെർവറിലെ 2 പവർഫുൾ ഗണ്ണ് കിട്ടും. 2 പവർഫുൾ ഗണ്ണ് ജയിച്ചു കഴിഞ്ഞാൽ 4 പവർഫുൾ ഗണ്ണ്. എന്താ പറയുന്നു? ഡാമേജ് കൂടിയ പവർഫുൾ ആയിട്ടുള്ള ഗണ്ണ്. വാട്ട് യു സേ? അല്ല എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് അപ്പം എല്ലാം ടർഫ് കളിക്കാൻ വരും. മനസ്സിലായോ? ഇല്ല, ടർഫിലും ആ ഗണ്ണ് ഉപയോഗിക്കാം. മനസ്സിലായോ? എല്ലായിടത്തും ഉപയോഗിക്കട്ടാ. ആ എന്ത് പറയുന്നു? അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയുമല്ലോ. എടാ അങ്ങനല്ല, ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? അതിൻ്റെ ഡ്യൂറബിലിറ്റി 100%. അതെന്നാണ് ഡ്യൂറബിലിറ്റി തീരുന്നത്? ആ ഗണ്ണ് എക്സ്പയർ ആയി. മനസ്സിലായോ? പക്ഷേ ആ ഗണ്ണ് കിട്ടണമെങ്കിൽ സിറ്റിക്കകത്ത്, അതായത് ഭയങ്കര പവർഫുൾ ഒന്നുമല്ല. ഇപ്പോൾ 25 ബോഡിയല്ലേ? ആ ഗണ്ണിൽ 21 ബോഡിയാക്കി കുറയ്ക്കും. 21 ബോഡി അല്ലെങ്കിൽ ഒരു 19 ബോഡി ആള് ചാവും. പക്ഷേ സെയിം റീകോയിൽ, സെയിം എന്താണ് ഹെഡ് ഷോട്ട്. മനസ്സിലായോ? ബോഡി ഷോട്ടിൻ്റെ കൗണ്ട് മാത്രം കുറയും. ആ ഗണ്ണ് ടർഫ് കളിച്ച് ജയിച്ചാൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്ത് പറയുന്നു? അത് അവർക്ക് എല്ലാത്തിലും ഉപയോഗിക്കാം. നമ്മൾ മറ്റേടത്ത് പോലെ ലിമിറ്റ് ചെയ്യത്തില്ല. ടർഫിൽ മാത്രമേ ഉപയോഗിക്കാൻ. അങ്ങനല്ല, അവർക്ക് വാറിൽ ഉപയോഗിക്കാം, അവർക്ക് റോബറിക്ക് ഉപയോഗിക്കാം. പക്ഷേ ഗണ്ണിന് ഡ്യൂറബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? ഇപ്പം നിങ്ങളിപ്പോൾ ആ ഗണ്ണ് ഉപയോഗിക്കുന്ന അനുസരിച്ച് മറ്റേ കാർബൺ റൈഫിലെ ഡ്യൂറബിലിറ്റി കുറയുന്നത് പോലെ ഡ്യൂറബിലിറ്റി തീർന്ന് 0 ആയി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പോയിന്റ് എത്തും. ചെറിയൊരു പിയാൽ എന്നാൽ തീരാന്നുള്ള പോർന്നു.
വല്ലതും നടക്കും ഇവിടെ. അതായാലും കയറിയോടെ റെഡ് സോൺ മാത്രം. കോച്ച് ഇവിടെ ഇരിക്കുക. ஹலோ ஹலோ என்ன பண்ற? மைக் ஒர்க் ஆகல. இப்போ ரேடியோ மைக் எப்படி பேசிட்டு இருக்கு எனக்கு கேக்குதே. இல்ல ரேடியோ மைக் மட்டும் ஒர்க் ஆகல, அது என்னன்னு தெரியல. டிஸ்கனெக்ட் பண்ணி கனெக்ட் பண்ணு. அப்ப கனெக்ட் பண்ணனா வார் கிட்ட இருக்கு. கார் யாருமே பக்கத்துல இல்ல, நீங்க பண்ணுங்க. தைரியமே இரு, நான் இங்க இருக்கேன். நான் இங்க இருக்கேன், பண்ணிக்கோ. அது டீம்மேட்ஸ் கிட்ட கொஞ்சம் பறிஞ்சு கொடுக்குமோ? இறங்கிட்டு சர்வர் இருந்து இறங்கிக்கார சொல்லல, ரேடியோல இருந்து இறங்கிக்கார சொன்னேன். அது ரேடியோ இறங்கி கேறிட்டு ரேடியோ தாழ வச்சு இறங்கி எடுத்து இது கீபைன்ஸ் மாத்தி எல்லாம் பண்ணி பார்த்துட்டேன், ஒன்னும் ஒர்க் ஆகல ரேடியோ. உங்க கீபைண்ட் எது ரேடியோட? மவுஸ் 4. மவுஸ் 4 அது மாத்தி கேப்ஸ் லாக்ல போடு. கேப்ஸ் லாக் வச்சு ஜீக்கு மாத்திட்டேன், எல்லாம் பண்ணிட்டேன். அதெல்லாம் தெரியாது சார் கோச், நீங்க மாத்தி கொஞ்ச நேரம் வெயிட் பண்ணி பார்த்தா போதும். சரி. இல்லைன்னா கோச் என்ன பிரச்சனை தெரியுமா, நீங்க இங்க இருக்கிற இல்ல ரேடியோ ஜாமர் இருக்கு. அது 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 மேல பாத்தியா? அதுக்கு மேல சூப்பர் சார், சூப்பர் சார். அவட அலாதீன் பில்டிங்ல இருக்கும் போதுல இருந்தே ஒர்க் ஆகல சார். அதான் சார் பாருங்க சார், நேரம் முன்னாடி அது பாத்தியா, அங்க ஜாமர் இருக்கு, அதனால இந்த சுத்துப்பத்து ஏரியால ஒர்க் ஆகுது. நீங்க அந்த டேட் ட்ராக் போய் பாருங்க, கண்டிப்பா ஒர்க் ஆகும். என்னோட கமெண்ட் எப்படி தெரியுமா இப்ப இன்ஃபோ கொடுக்குற, ரேடியோல நேம் மாத்தி ரேஸ் ட்ராக். ഓക്കെ സി വി എ എത്തി, ബട്ട് ഓൾറെഡി എത്തിയ ആൾക്കാരെ അവർ രണ്ടുപേര് വണ്ടി ഓടിച്ചിട്ടുണ്ട്. സി വിയുടെ പ്ലേയേഴ്സ് നേരെ ഈ ഏരിയയിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ വില്ലു ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുണ്ട്. വില്ലുവിന് എന്ത് ചെയ്യാൻ പറ്റും, അവരിൻ്റെ അകത്തോട്ട് ഓടി കയറിയിട്ടുണ്ട്. ഓക്കെ വില്ലുവിൻ്റെ നേരെ എത്തിയിരിക്കുന്നു. വില്ലു അവിടുന്ന് അടിച്ചിരിക്കുന്നു. ടീം എല്ലായിടത്തും നിന്നും അടി, തുരുതുരുത്തിലാ അടി. അവിടെ ഒരാൾ ഇറങ്ങി, നമ്മുടെ അസാസിൻ ഗോസ്റ്റ് ഇറങ്ങിയിരിക്കുകയാണ്. അസാസിൻ ഗോസ്റ്റിനെ ചതിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അവനെ വിറ്റ് സോൾഡ് സക്സസ്ഫുള്ളി. അസാസിൻ ഗോഡ്സ് അങ്ങനെ സക്സസ്ഫുള്ളി അസാസിൻ ഗോഡ്സ് സെൽ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവർ അവരെ അവിടെ ഉപേക്ഷിച്ച്. ഓക്കെ മോബി എവിടെയോ അടിച്ചല്ലോ, ആരും അടിച്ച്, എവിടെ അടിച്ച്? ഓ ഇവിടെ അടിച്ച്. മൈക്ക് സാൻഡി ഡൗൺ. ഓക്കെ അസാസിൻ ഗോഡിനെ അവർ പിക്ക് ഓഫ് ചെയ്തു. ഇറ്റാച്ചി അവരെല്ലാവരും കൂടെ സോണോട്ടിൽ നിന്ന് കൊന്നു കേട്ടോ. സോണോട്ടിൽ നിന്ന് കൊന്നു അസാസിൻ ഗോഡിനെ സോണോട്ടിൽ നിന്ന് കൊന്നു. അപ്പം ഈസ്റ്റ് 5 നാളെ മുതൽ സി വി ഐക്ക്. ഇനി സി വി ഐ വരും ഈസ്റ്റ് 5 കേട്ടോ. അവരുടെ വണ്ടി ചെറിയൊരു പിറ്റേ ഇറ്റാച്ചിയുടെ വണ്ടിയിൽ സോണിലോട്ട് കയറാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ടർഫ് അറ്റാക്ക് ചെയ്ത് എടുക്കുന്ന ടീമിനെ 15 കണ്ട് വെച്ച് കൊടുത്താൽ പോരെ. വിൻ ഓർ ലൂസ്. അതെ, അതുകൊണ്ടാണ് ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ടെസ്റ്റോ എവിടെയാണ്? ഇവിടെ എത്താൻ വണ്ടിക്കാതിരിക്കാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ പോവാനാ ഒന്ന് ഐഡിയ എടുത്ത് നോക്കിയിട്ട് ഡെത്ത് ഐഡിയ എടുക്കും, എന്നിട്ട് ജിആർ മേടിച്ചു. ടെസ്റ്റോ ഒക്കെ ഇവിടെ നിന്ന് നല്ല സ്പ്രേ ചെയ്യുന്നുണ്ട്. സോണ് ഔട്ട് ആണ് മൊത്തത്തിൽ. ഇനി 20 മിനിറ്റ് ബാക്കിയുണ്ട് സോണ് ഷിഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. നമുക്ക് ഉറക്കപ്പിച്ചിലാണെന്ന് തോന്നുന്നു. ആരാണ് ഗ്രൂപ്പ് കണ്ടായിരുന്നു? ഞാൻ പറഞ്ഞ ചിലപ്പോൾ 10 സെർവർ ക്രാഷ്, മറ്റേ കത്തൽ ഇഷ്യൂ ഉള്ളതുകൊണ്ട് വാറ് ചിലപ്പോൾ ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ എവിടെ ഇവിടെ എല്ലാവർക്കും സൗണ്ട് ആകത്തോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. സി വിയുടെ പ്ലേയേഴ്സ് റൊട്ടേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്.
എനിക്കിതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഓക്കെ CVയുടെ 3 പേരടങ്ങുന്ന ഒരു വണ്ടീനെ CVയുടെ പ്ലേയേഴ്സ് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അവർ നിര്യാതരാവുന്നതായിരിക്കുമെന്ന് തോന്നുന്നു. ഓക്കെ ധീരനെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സാവേജ് CVA മാധവനുണ്ണീനെ പിക്ക് ചെയ്തിട്ടുണ്ട്. മാധവനുണ്ണിയാണ് വണ്ടി ഓടിക്കുന്നത്. സോ മാധവനുണ്ണി ഡൗൺ. അവിടെ മാധവനുണ്ണി അല്ലേ കത്ത് മാധവനുണ്ണിയുടെ ഐഡിയ എത്ര? ഇവിടെ CVയുടെ പ്ലേയേഴ്സ് വണ്ടി കുത്തിട്ടുണ്ട് തോന്നുന്നു. CVA ഹാർലി ജെയിംസ് ഇറങ്ങി കയറി. അവിടെ 2 പേര് ഇറങ്ങിയായിരുന്നു. അവർ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. ഇത് പൊഴിഞ്ഞു വീണ് ചാവുക. ഒരു പണ്ടൊക്കെ നമ്മൾ ടർഫ് കളിക്കുമ്പോൾ എന്നാ രസമായിരുന്നല്ലേ. ഓരോ ദിവസം ഓരോ സ്ട്രാറ്റജി വന്ന് കയറുമ്പോൾ കിടിലൻ ടർഫുകൾ, ടൈറ്റ് ടർഫുകൾ. അങ്ങനെ ചെറിയ ടർഫ് എന്നല്ല, ടൈറ്റ് ടർഫുകൾ. അടിയോ അടി. അന്ന് പക്ഷെ ഇത്രമാത്രം ഗ്യാങ് ഒന്നുമില്ല. ഒരു 8-10 ഗ്യാങ്ങോ ഉള്ളായിരുന്നു തോന്നുന്നു TKRPയിൽ. അല്ലായിരുന്നു. എത്ര ഗ്യാങ്ങാണ് കൊണ്ടുവരുന്നത്? 8 ഗ്യാങ് 7 ഗ്യാങ്ങായിരുന്നു ആദ്യമേ കയറിയത്. പിന്നെ എനിക്ക് തോന്നുന്നു അത് 10-12 ഗ്യാങ്ങായിട്ട് കൂടിയായിരുന്നു തോന്നുന്നല്ലേ. എല്ലാം ഒന്നിനൊന്നിന് അടിപൊളി ഗ്യാങ്ങുകൾ, സെറ്റ് ഗ്യാങ്ങുകൾ. ഫൈറ്റ് വന്നാൽ കാണാൻ രസം, ടർഫ് കാണാൻ രസം, എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ രസമായിരുന്നു അന്നത്തെ രസം. എന്താ കാലം അല്ലേ. അപ്പോൾ അവർ ഫസ്റ്റ് ട്രൈ ചെയ്തു. യെസ് നല്ലതാണ്, നല്ല ട്രൈ ആണ്. ഇവിടെ അവർക്ക് ഇനി ടീംസിങ്ങൊന്നും റെഡി ആയിട്ടില്ല. അവരുടെ അതെല്ലാം റെഡിയാക്കാനുണ്ട്. അവർ കുറേ കൂടെ ട്രൈ ഹാർഡ് ചെയ്ത് ടീം എങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ സിനർജി ടീംസിങ് എല്ലാം ബിൽഡാകുന്നുള്ളൂ. ട്രൈ ചെയ്യട്ടെ. കാരണം വേറെ കൊണ്ടല്ല, അവർ ഇന്നത്തെ ഇതിൽ അവർ അവിടെ ഇറങ്ങി. ഇപ്പോൾ 3 പേരും കൂടെ പടമാകും. ഓക്കെ പട്ടത്തിൽ പണി. ഓ അതൊന്നോ സ്പൈഡർ വെബ്ബാ. ഓക്കെ പാരഡൈസ് സൈമൺ ഇറങ്ങുന്നതിന് മുന്നേ നിര്യാതനായി. കാട്ടളച്ചിലൊക്കെ ഒരു ബുള്ളറ്റ് വെക്കാൻ പോലുള്ള സമയം കിട്ടിയില്ല. തീർന്നോടാ. ഇവന്മാരെ തല്ലണമെന്നുണ്ടെങ്കിൽ നമ്മൾ തല്ലണം. കവറുള്ള ഏരിയ അതാ. എല്ലാം കൂടെ പണ്ട് തന്നെ തല്ല് കൊള്ളാൻ പോവാതെ മോനെ. ഡൈനാമിക് ഈസ്റ്റ് 5 സ്റ്റോപ്പ് ഭാഗ്യം.